മാസം എന്റെ കല്യാണമാണ്. സന്തോഷമുണ്ട്, എവിടെയോ ഹാർട്ട് ബ്രേക്കിംഗ് ഫീലും ആണ്. ആൾക്ക് എപ്പോഴും സെക്സ് എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. സെക്സ് ചെയ്താൽ വേദനിക്കുന്നുള്ള പേടി കാരണം ഞാൻ ഇപ്പോഴും കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല എന്നാണ്. ശരിക്കും ഫോർപ്ലേ ഭർത്താവിനെ സന്തോഷിപ്പിക്കാം. മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് നല്ലതാണോ? ഇത് ഭാവിയിൽ പ്രശ്നമാണോ? എനിക്ക് 21 വയസ്സായി. വജൈനൽ ഹോള് എവിടെയാണെന്ന് ഇതുവരെയും അറിയില്ല. അമ്മ ബന്ധുക്കൾ വരുമ്പോൾ കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യമില്ല പറഞ്ഞ് അവരോടൊക്കെ പറയാണ്. നീളം കൂടുതലാണോ? അത് പ്രശ്നമാണോ? പ്രണയത്തിലാണ്. ഇപ്പൊ ഞാൻ ഗർഭിണിയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാൽ. അപ്പോ നമ്മൾ ഇന്ന് ഗേളി ടോക്കിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് എല്ലാവരും ഒരുപാട് സന്തോഷങ്ങൾ. വിലയേറെ കമന്റുകൾ, കുറെ പേർക്ക് സൊല്യൂഷൻ ആയേക്കാം അങ്ങനത്തെയൊക്കെ ഞാൻ ഒരുപാട് സന്തോഷമാണ്. കാരണം നമുക്കിടയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി. കുറെ ഇഷ്യൂസ് നമ്മുടെ ഒരു സോഷ്യൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു റിലീഫ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചവർക്ക് അത് റിയൽ ആയിട്ട് അറിയാം. എനിക്ക് കുറെ നല്ല പോസിറ്റീവ് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗേളി ടോക്ക് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഇതിലും റീച്ചിലോട്ട് നമുക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ് കേട്ടോ. എനിക്ക് പറയാൻ വാക്ക് കിട്ടില്ല എന്നൊക്കെ പറയും. കാരണം ഞാൻ അമ്മാതിരി നിർത്താണ്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കിത് ചിലപ്പോ ആൾക്കാര്, ഇതിപ്പോ ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ പറയാച്ച ചിലപ്പോ ആൾക്കാർ സ്കിപ്പ് ചെയ്തു നിൽക്കാം. അപ്പൊ എനിക്കിത് എന്റെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്കിവിടെ തുടക്കത്തിൽ ഞാൻ പറയണം എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് ഞാൻ പറയുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണടേ. എന്നാലല്ലേ നമുക്ക് അടുത്ത എപ്പിസോഡൊക്കെ മുമ്പത്തെയൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. എന്റെ പേര് ഐശ്വര്യ വേണുഗോപാലൻ. അത് സെർച്ച് ചെയ്ത് കാണുന്നേക്കാട്ടും നല്ലതാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ. ഇത്ര വലിയ പേര് അടിക്കണേറ്റ് നല്ലതല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും വൈകിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മുടെ ഗേളി ടോക്കിന്റെ 5th എപ്പിസോഡാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാലൻ. വെൽക്കം ബാക്ക് ടു മൈ ഐശ്വര്യ വേണുഗോപാലൻ യൂട്യൂബ് ചാനൽ. ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ 5 പാർട്ട് തുടർച്ചയായി കണ്ടവരോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാട്ടോ. നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യുക. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് വായിച്ചൊന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പോരായ്മകൾ, എന്റെ ടോക്കിങ്ങിൽ വല്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും കമന്റ് ഇടാൻ മറക്കരുത്. ഞാൻ കമന്റ് വായിച്ചിട്ടാണ് അഭിപ്രായങ്ങൾ അറിയണേ. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ അങ്ങനെ ഇപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ലോങ് ചെയ്യുന്നതാണ്. കാരണം ഒരു കാര്യം അത്യാവശ്യം എനിക്ക് കേട്ടോ, ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ ഉള്ളൂ, അതിൽ ഇത്തിരി സംസാരിക്കാനല്ലേ പറ്റുള്ളൂ. ഇതാകുമ്പോ എന്റെ ഫുള്ള് എഫേർട്ട് എനിക്ക് ഇതിലോട്ട് ഇടാം എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ട്. അത് കാരണമാണ് ഞാൻ കൂടുതൽ ലോങ്ങിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചേച്ചി, അടുത്ത മാസം എന്റെ കല്യാണമാണ്. വിഷമവും സന്തോഷവും ഉണ്ട്, എവിടെയോ ഹാർട്ട് ബ്രേക്കിംഗ് ഫീലും തോന്നുന്നു. ഇത് നോർമൽ ആണോ? കല്യാണം പറയണ്ടേ, പല ഇമോഷൻസിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയി. ഒരു കല്യാണമായ അത് ആ ഒരു കല്യാണ ഫീൽ അനുഭവിച്ചവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ കല്യാണ പെണ്ണുങ്ങൾക്ക് ഇടയ്ക്ക് സന്തോഷം വരും, ഇടയ്ക്ക് ദുഃഖം വരും. കാരണം ഇവർ ഹാപ്പി ആണോ ചോദിച്ചാൽ ഹാപ്പിയാണ്. പക്ഷെ ഈ ഗേൾസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താ വെച്ചാലേ, ഇവര് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ നമ്മൾ ഇത്ര നാള് കംഫർട്ടബിൾ ആയി നിന്ന് ആ ഒരു ചുറ്റുപാട് ഉപേക്ഷിച്ചിട്ട് നമ്മള് ഹസ്ബൻഡിന്റെ പുതിയൊരു ചുറ്റുപാടിക്ക് പോവാണ്. അവര് നമ്മളെ അംഗീകരിക്കില്ലേ? ഹസ്ബൻഡ് ഇപ്പൊ കാണുന്നതായിരിക്കില്ലല്ലോ ആഫ്റ്റർ മാരേജ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. സിനിമ പോലെ അല്ലല്ലോ ജീവിതം. അപ്പൊ ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, എങ്ങനെയായിരിക്കും ജീവിതം, അല്ലെങ്കിൽ അവിടുത്തെ അമ്മായിമ്മ എങ്ങനെയായിരിക്കും, അമ്മായിച്ച എങ്ങനെയായിരിക്കും, ബന്ധുമിത്രാദികൾ എങ്ങനെയായിരിക്കാം, സ്വന്തം ഹസ്ബൻഡ് ഇത്ര കാലം കോളിംഗ് ഒക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നേരിട്ട് ജീവിക്കാൻ പോവാണ്, ആളുടെ സ്വഭാവം എങ്ങനെയായിരിക്കാം എന്നൊക്കെ ഇവർക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ ചിലവര് മാരേജിന്റെ ടൈമിൽ വീട്ടുകാർ കടൊക്കെ വാങ്ങിയിട്ടും കല്യാണം നടത്തുക. അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ട്. ഇവരെ കല്യാണത്തിന് വേണ്ടിയിട്ട് വീട്ടുകാരെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ചിലർക്ക് ദുഃഖം, എന്തിനാ ഈ പരിപാടിക്ക് ഞാൻ നിന്ന് കൊടുത്തേ എന്ന് വരെ ചിന്തിക്കും. കാരണം
അങ്ങനെ അങ്ങനത്തെ സാഹചര്യം ഉണ്ടിടാ. അങ്ങനെ അപ്പോ ഇവർക്ക് കല്യാണം കഴിക്കാൻ പുതിയൊരു ലൈഫിന്റെ പുതിയൊരു ലെവലിലേക്ക് കടക്കുകയാണെന്ന് ഓർത്ത് ഇവർക്ക് സന്തോഷം ഉണ്ടാവും. അതേസമയം ഇങ്ങനത്തെ കുറെ അവസ്ഥയുടെ നടുക്കിലായിരിക്കും ഇവര് മെയിൻ ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അതിൻ്റെതായ ദുഃഖം ഉണ്ടാവും. പിന്നെ ആഫ്റ്റർ മാരേജ് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്ത് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ നോർമൽ ആണ് കേട്ടോടാ. ഇപ്പൊ മോൾക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ഫീലൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ നോർമലാണ്. കുറച്ച് കഴിഞ്ഞാൽ മാറും. ഈ കല്യാണം കഴിഞ്ഞ 1 മാസം കഴിഞ്ഞൊക്കെ ശരിയായിക്കോളും. അങ്ങനെ കാരണേ നമ്മുടെ വീട് നമ്മൾ ഇവിടുന്ന് ചെറുക്കനെ കൈ പിടിച്ചിറങ്ങി കഴിഞ്ഞാ പിന്നെ നമ്മുടെ വീടല്ല. ഇപ്പോ ആങ്ങളമാരൊന്നും ഇല്ലാത്ത പെൺകുട്ടികളാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആങ്ങളമാര് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ അവിടെ അതിഥിയാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ടാമത് വിരുന്നിനൊക്കെ വരുമ്പോ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെയുള്ള ഫുഡൊക്കെ നമ്മളൊരു അതിഥി സൽക്കാരായിട്ട് തന്നെയാ വീട്ടുകാരെ നോക്കുള്ളൂ. അങ്ങനെയും ഇഷ്യൂ ഉണ്ട്. ചിലപ്പോ അതൊക്കെ അതൊന്നും ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഇതൊക്കെയാണ് ജീവിതം എന്ന് കരുതി മുന്നോട്ട് പോവുക. അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. എന്റെ കല്യാണം ഉറപ്പിച്ചു, ലവ് മാരേജ് ആണ്, ആൾക്ക് എപ്പോഴും സെക്സ് എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ആഫ്റ്റർ മാരേജ് സെക്സ് എന്നുള്ള ടോക്കാണ് ഇവരുടെ ഇടയിൽ വരുന്നത് തോന്നുന്നു കേട്ടോ. ഇവര് ലവ് മാരേജ് ആണ്, പക്ഷെ ഈ പെൺകുട്ടി അൺകംഫർട്ടബിൾ ആണ് എപ്പോഴും ഈ സെക്സിനെ പറ്റി തന്നെ ഇവരുടെ ഇടയിൽ സംസാരം വരുമ്പോ. അപ്പോ നിങ്ങള് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പെക്ടേഷൻ വെക്കുകയാണെങ്കിൽ, ബോയ്സ് കേൾക്കുന്നുണ്ടെങ്കിലും ഗേൾസ് കേൾക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഇങ്ങനത്തെ കാര്യത്തിൽ എക്സ്പെക്ടേഷൻ വെക്കുകയാണെങ്കിൽ ആഫ്റ്റർ മാരേജ് അത് പാളി പോവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അധികം ഇങ്ങനെയൊക്കെ എക്സ്പെക്ടേഷൻ വെച്ച് ഇതില് തന്നെ ജീവിക്കാന്ന് വെച്ച് നിൽക്കരുത്. കാരണം ലൈഫ് കോഞ്ഞാട്ടായിപ്പോ. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. കാരണം നിങ്ങൾ ഇത്ര ഈ ഒരു കേസ് മാത്രമാണ് മോൾക്ക് അൺകംഫർട്ടബിൾ ആയി തോന്നുന്നുണ്ട് വെച്ചാൽ മോളത് ഇദ്ദേഹത്തോട് പാർട്ട്ണറിനോട് പറയാട്ടോ. ഇത് അൺകംഫർട്ടബിൾ ആണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് ഇറിറ്റേഷൻ ആണെന്ന് തുറന്നു പറയാ. അപ്പൊ ആള് കുറച്ച് ലോ ആക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു 50% ആൾക്കാരും കല്യാണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? സെക്സിന് വേണ്ടിയിട്ടാണ്. അത് പറയാത്തൊരു സത്യം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ നാട്ടില് പുറത്തൊക്കെ ഇങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവർക്ക് ഇതൊക്കെ സാധാ പുറത്തിറങ്ങി കിട്ടുന്ന പോലെയാണ്. പക്ഷെ നമ്മുടെ നാട്ടില് കല്യാണം കഴിഞ്ഞാലാണ് ഇതിനൊരു ലൈസൻസ് കിട്ടുള്ളൂ. അത് കാരണം മിക്ക ആൾക്കാരും കല്യാണം കഴിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ടോക്കൊക്കെ വരുന്നത് നോർമൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഓവറായി മോൾക്ക് ഇറിറ്റേറ്റിംഗ് ആയി തോന്നുകയാണെങ്കിൽ എന്തായാലും പാർട്ട്ണറോട് തുറന്ന് സംസാരിക്കാനായിട്ട് മടിക്കാണ്ടിരിക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം നോക്കാം. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി, എനിക്കിപ്പോഴും സെക്സ് പേടിയാണ്, ഭയങ്കര വേദനയും ഇദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നേക്കാൻ. അപ്പൊ പലരുടെയും ബോഡി പല ടൈപ്പ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ എനിക്ക് അനുഭവിക്കുന്ന വേദന ആയിരിക്കില്ല വേറൊരാൾക്ക് അനുഭവിക്കുക. ചിലർക്ക് വേദനയും ഉണ്ടാവില്ല, ചിലർക്ക് ഭയങ്കര സുഖമായിരിക്കും. പക്ഷെ ഒക്കെ പലപോലെ ലൂബ്രിക്കേഷൻസ് ഇതിലൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ഒരു സെക്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താ പറയാ ഇന്റർകോഴ്സിനേറ്റ് മുമ്പ് തന്നെ നമ്മൾ ഫോർപ്ലേയിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ സെക്ഷലി ആയിട്ടുള്ള പെയിനുകൾക്കൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോർപ്ലേ അതുപോലെ തന്നെ 5 മിനിറ്റ് 10 മിനിറ്റ് സെക്സിലേക്ക് പോകുന്നതിന് നല്ലത് ഒരു നല്ല റൊമാൻറ്റിക് ആയ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് കടക്കുക, നമുക്ക് പെയിനൊക്കെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട്ണറിനോട് തുറന്നു പറയാം. അവർക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് വേദന ഉണ്ടോ ഇല്ലേന്ന്. അപ്പൊ എന്തായാലും തുറന്നു പറയാ. ഇതൊന്നും പേടിച്ച് വായടച്ചിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യമാണ്. എനിക്ക് ഇപ്പോൾ 25 വയസ്സായി, സെക്സ് ചെയ്താൽ വേദനിക്കുന്നുള്ള പേടി കാരണം ഞാൻ ഇപ്പോഴും കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്റ്റർ മാരേജ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടാണ്. ഇപ്പൊ നമുക്ക് പാർപ്പിടം, വസ്ത്രം എന്നൊക്കെയുള്ള പോലെ തന്നെ ഇതും നമ്മുടെ ഒരു ആവശ്യങ്ങളിൽ നമ്മുടെ ഒരു നീഡാണ്. മനുഷ്യരുടെ എന്ന് മാത്രമല്ല എല്ലാ ആനിമൽസിന്റെയും എല്ലാ ക്രീച്ചേഴ്സിന്റെയും ഒരു നീഡാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും പേടിച്ച് കല്യാണം കഴിക്കാണ്ടിരിക്കേണ്ട. ചിലപ്പോ താൻ കല്യാണം കഴിച്ചാൽ താനായിരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ കേസില്. അപ്പൊ ഇതൊന്നും പേടിച്ച് നിൽക്കണ്ട. നിങ്ങൾ ഒരു ഇതിനൊക്കെ പേടിച്ച് നിൽക്കുക. നിങ്ങളൊരു പാർട്ട്ണറെ കണ്ടുപിടിച്ച് കാര്യം ആളോട് പറയാ. എന്നിട്ട് പേടിക്കാണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ചിലപ്പോ നമ്മള് ഈ പേടി കാരണം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാണ്ടിരിക്കുകയാണെങ്കിലും ആഫ്റ്റർ ഇത് നടന്നതിന് ശേഷം നിങ്ങൾ
കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പൊ അതൊന്നും പേടിച്ച് കല്യാണം കഴിക്കാണ്ടൊന്നും ഇരിക്കരുത്. കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇത് പേടിച്ച് കല്യാണം കഴിക്കാണ്ട് ഇരിക്കരുത്, കല്യാണം കഴിക്കാം. ഇനി തനിക്ക് വേറെ കുറെ ലക്ഷ്യങ്ങൾ, കുറെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ അച്ചീവ് ചെയ്യുക. അതിന് കല്യാണം ഒരു ബാരിയർ ആച്ചാൽ ഇത് വേണ്ടാന്ന് വെക്കാം. അല്ലാതെ ഈ കാര്യത്തിന് വേണ്ടി മാത്രം വേണ്ടാന്ന് വെക്കരുത്. അത് ഇത്തിരി എന്താ പറയാ, ചിലപ്പോ ഭാവിയിൽ തനിക്ക് തന്നെ തോന്നിക്കും ഒരു കല്യാണമൊക്കെ കഴിക്കായിരുന്നു എന്ന്. അടുത്ത ചോദ്യം നോക്കാം. എന്താണ് ശരിക്കും ഫോർ പ്ലേ? എനിക്ക് എങ്ങനെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാം എന്നാണ് ഒരു ചോദ്യം വന്നേക്കണേ കേട്ടോ. ഫോർ പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെക്ഷലി ഇന്റർകോഴ്സ് നടത്താതെ തന്നെ നമ്മൾ ഈ കിസ്സിങ്, കഡ്ലിങ് അതിൽ കൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ലവ് പ്രകടിപ്പിക്കുന്നതിനെയാണ് ഫോർ പ്ലേ എന്ന് പറയാ. ഇപ്പൊ നമുക്ക് കിസ്സിങ് ആവാം, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ടച്ച് ചെയ്യേണ്ടാവാം. അതൊക്കെ ആയിരിക്കും ചിലപ്പോ നമ്മളെ ആ ഒരു മൂഡിലേക്ക് എത്തിക്കുന്ന, നമ്മളെ റൊമാൻറ്റിക് ആയിട്ടുള്ള മൂഡിലേക്ക് എത്തിക്കുന്നതിനെ എന്തിനേയും ഫോർ പ്ലേ എന്ന് പറയാം കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോ പലരുടെയും നീഡ്, പല പാർട്ട്നേഴ്സിന്റെയും നീഡ് വ്യത്യസ്തമായിരിക്കും. ചിലവർക്ക് ഒരു ടച്ച് മതി, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ഒരു ടച്ച്. ചിലവർക്ക് കിസ്സിങ് ആയിരിക്കും ഇൻട്രസ്റ്റ്. ഏതാണ് നിങ്ങളുടെ പാർട്ട്ണറിന് കൂടുതൽ ഇൻട്രസ്റ്റ് അത് നിങ്ങൾ അവരെ കൺസേണും കൂടി എടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം. എന്നും വീട്ടിൽ ഞാനും ഹസ്ബൻഡും വഴക്കാണ്, എന്താ കാര്യം എന്ന് മനസ്സിലാകുന്നില്ല, വഴക്കടിച്ചതിന് ശേഷം എനിക്ക് കുറ്റബോധം തോന്നുന്നു. ഓക്കെ, നിങ്ങളുണ്ടല്ലോ വെറുതെ വഴക്കടിക്കാണ്ട് എന്തിനാണ് നിങ്ങൾ എന്നും വഴക്കടിക്കുന്നതെന്ന് ചിന്തിക്കുക. ചിലപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോവാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ വൈഫിന് എന്തെങ്കിലും വേറെ ഇഷ്യൂ കൊണ്ടാവാം. അപ്പൊ നിങ്ങളുടെ ഇഷ്യൂ ആദ്യം കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ വഴക്കിടുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കഴിഞ്ഞ് കുറ്റബോധം തോന്നിയിട്ട് എന്താ കാര്യം? ചിലപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടി തലപൊളിച്ച് വേറെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനെക്കാട്ടും നല്ലത് നിങ്ങളുടെ എവിടെയാണ് ഇഷ്യൂ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ആ ഇഷ്യൂ തുറന്ന് സംസാരിച്ച് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളത് ഇത് വഷളാക്കാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളോട് പറയാ കേട്ടോ. ഇപ്പൊ ചിലപ്പോ നിങ്ങളുടെ അച്ഛനോടും അമ്മോടും പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ ഇത്ര വലിയ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അവരതൊരു കുടുംബ പ്രശ്നമാക്കി മാറ്റി ഡിവോഴ്സിക്ക് വരെ എത്തിക്കും കേട്ടോ. അതിനേറ്റ് നല്ലത് നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഉറ്റ സുഹൃത്താവാം, അല്ലെങ്കിൽ കൊളീഗ് ആയിരിക്കും, ആരോടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സംസാരിച്ച് വഷളാക്കാതെ പരിഹരിക്കാനായിട്ട് നോക്കുക. ആദ്യം പക്ഷെ നിങ്ങൾ തന്നെ പരിഹരിക്കാൻ നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഹെയർ റിമൂവൽ ക്രീംസ് പ്രൈവറ്റ് പാർട്ടിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണോ? രോമം ഉണ്ടെങ്കിൽ ഹെയർ റിമൂവൽ ക്രീംസ് പ്രൈവറ്റ് പാർട്ടിൽ ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഹെയർ റിമൂവൽ ക്രീംസ്, ഇപ്പൊ ഈ ക്രീം എന്നൊക്കെ പറയണ്ടേ ഹെയർ റിമൂവൽ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് അതിൻ്റെ ഉള്ള അത്രമാത്രം കെമിക്കൽ ഉണ്ടാവും, അല്ലാണ്ട് അത് റിമൂവ് ആവില്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മുടെ കയ്യുമ്മയും കാലുമ്മയും വീറ്റ്, ഫെമ്മ് അങ്ങനത്തെ ഹെയർ റിമൂവൽ ക്രീംസ് യൂസ് ചെയ്യുന്ന പോലെയല്ല നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ പ്രൈവറ്റ് പാർട്ട് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അവിടെ ഈ ക്രീം യൂസ് ചെയ്യണേക്കാട്ടും എനിക്ക് നല്ലത് തോന്നിയത് അവിടെ ട്രിം ചെയ്യില്ല, സാധാ കത്രിക ഉപയോഗിച്ച് അവിടെ നമ്മുടെ ഹെയർസ് അവിടുത്തെ കട്ട് ചെയ്ത് കളയുന്നത് കൂടുതൽ നല്ലതായിരിക്കും. കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അറ്റം വരെ കട്ട് ചെയ്യാന്നല്ല, ട്രിം ചെയ്ത് കൊടുക്കുക. അതായത് അതിന്റെ നീളം കുറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അവിടെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, വേറെ ഭാഗത്തൊന്നും കത്രിക കൊണ്ട് മുറിഞ്ഞ് ചോര വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് വീണ്ടും ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പം ട്രിം ചെയ്ത് കൊടുക്കുക. ക്രീം അത്ര ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ, ഹെയർ റിമൂവൽ ക്രീം. അത് പിന്നെ ഈ ക്രീം പോയി കഴിഞ്ഞാൽ അവിടെ തുടച്ച് അവിടെ ഒരു റെഡിഷ് കളറാവും. ഞാൻ ഒരു തവണ കയ്യുമ്മ ഈ ക്രീം ഇട്ടിരുന്നു, എനിക്ക് എന്നിട്ട് തുടച്ച് പകുതിയും പോവില്ല, ഒരു റെഡിഷ് പോലെയായി. അപ്പൊ പലരുടെ ബോഡിക്കും ചിലപ്പോൾ പെറ്റി എന്ന് വരില്ല, നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ട്രിമ്മിങ് ആണ് ഏറ്റവും നല്ലത്, പക്ഷെ സൂക്ഷിച്ച് കത്രിക ഉപയോഗിക്കാം. അടുത്തൊരു ചോദ്യം. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഞാൻ സ്റ്റക്ക് ആയ പോലെ തോന്നാറുണ്ട്, എന്താ ഫ്യൂച്ചർ എന്ന് അറിയുന്നില്ല. ഇത് നമ്മുടെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു, അതായത് ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി എങ്ങനെയാണ് നമുക്കൊരു സെറ്റിൽ ആവാൻ പറ്റിയ ജോലി കിട്ടുക? നമ്മൾ വിചാരിച്ച നമ്മുടെ ഡ്രീമിലേക്ക് എത്തിപ്പെടുന്ന വരെ ചിലപ്പോൾ ആ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്തു, ഇനി എന്ത് എന്ന ചിന്ത നമ്മളിൽ പലർക്കും ഉണ്ട്. ചിലപ്പോൾ ആ ഡ്രീം അച്ചീവ് ചെയ്യണേറ്റ് മുമ്പ് നമ്മളൊന്ന് സ്റ്റക്ക് ആവും.
അത് മിക്കവർക്കുള്ളതാ. കാരണം നമുക്ക് ടെൻഷനാണ്, അത് കിട്ടുമോ ഇല്ലേ, അങ്ങനെ ഒരു സ്റ്റെക്കിങ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാ എനിക്ക് ഡൗട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അടുത്ത് എന്തെടുക്കണം. എനിക്ക് ഓൾറെഡി എന്റെ പ്ലാൻ ആയിരുന്നു, എല്ലാം പ്ലാൻഡ് ആണ്. പക്ഷെ സ്റ്റെക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഇത് പഠിച്ച് എനിക്ക് കിട്ടുമോ ജോബ് എന്നതിനെ കുറിച്ചാകുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ ആ ഒരു കൺഫ്യൂഷനിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം അതൊരു ഒരു ഏജ് ആയാൽ നമുക്ക് ഫീൽ അടിക്കും. അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്റ്റക്കായ പോലെ ഫീൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. പക്ഷെ ഈ സ്റ്റെക്ക് തോന്നിയോടത്ത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാണ്ട്, അവിടെ ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു കുത്തേ ഉള്ളൂ, അതിന്റെ അപ്പുറത്ത് ഒരു കുത്തും കൂടി ഇട്ടെന്താ, അത് കണ്ടിന്യൂഷനാ. അപ്പൊ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സ്റ്റെക്ക് ആയോടത്ത് നിന്ന് പോവാതെ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഈ ടെൻഷനൊക്കെ പോകും. ഇനി അടുത്ത ചോദ്യം, അണ്ടർ ആം കറുത്തിട്ടാണ് നോർമൽ ആണോ? ഓക്കെ, അണ്ടർ ആം കറുക്കുന്നതൊക്കെ നോർമൽ ആണ് കേട്ടോ. ഇപ്പോ നമ്മൾ ഷേവ് ചെയ്യുന്ന ആളായാലും ഷേവ് ചെയ്യാത്ത അണ്ടർ ആംസ് ഹെയർ റിമൂവൽ ചെയ്യുന്ന ആളായാലും ചെയ്യാത്ത ആളായാലും അവിടെ ഓൾറെഡി ഇത്തിരി പിഗ്മെന്റേഷൻ കൂടുതലായിരിക്കും. നമ്മുടെ ബാക്കിയുള്ള സ്കിന്നിന്റെ കളറിനെക്കാട്ടി ഇത്തിരി കളർ കുറഞ്ഞിരിക്കും കേട്ടോ. അത് നോർമൽ ആണ് അണ്ടർ ആംസ്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് എന്താണെന്നറിയോ, ഇപ്പൊ ഈ അണ്ടർ ആംസ് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് എന്താ വെച്ചാൽ നമ്മളൊന്നും അധികം സ്ലീവ്ലെസ് ഇടാത്ത ആൾക്കാരായിരുന്നു. ഈ അടുത്താണ് ആഫ്റ്റർ കൊറോണ ഞാൻ പറയും, സ്ലീവ്ലെസ് ഒക്കെ ഇത്തിരി കൂടി കോമൺ ആയി തുടങ്ങിയത് ആഫ്റ്റർ കൊറോണയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോഴാണ് നമ്മുടെ കഷമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങി. അവിടെ കറുത്തിട്ടാണെന്നൊക്കെ ഈ ഇടയായിരിക്കും ഗേൾസ് ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങുക, ഈ സ്ലീവ്ലെസ് ഇട്ടതിന് ശേഷമായിരിക്കും. അപ്പൊ അത് നോർമലാണ്. നിങ്ങൾ കൈ പൊക്കാനോ താഴ്ത്താനോ ഒരു മടിയും വേണ്ട. അവിടെ ഓൾറെഡി പിഗ്മെന്റേഷൻ അല്പം കൂടുതലാണ്. നമ്മുടെ ബോഡിയിൽ പ്രൈവറ്റ് പാർട്ട് പോലെ തന്നെ അത് നോർമൽ ആണ് കേട്ടോ. അവിടുത്തെ പിഗ്മെന്റേഷൻ കളറ് കുറച്ച് കുറവായിരിക്കും. അടുത്ത ചോദ്യം, ലൈഫ് നമ്മൾ വിചാരിച്ച പോലെയല്ല എന്ന് കാണുമ്പോൾ ആ പ്രോബ്ലം എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ, ഞാൻ പ്ലാൻ ചെയ്തു ഞാൻ 6 മണിക്ക് എണീറ്റ് 7 മണി വരെ എക്സസൈസ് ചെയ്ത് പല്ല് തേച്ച് കുളിച്ച് ഫുഡ് ഉണ്ടാക്കി പോവാന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ 7 മണിക്ക് 6 മണിയുടെ എന്താ അലാറം അടിച്ചില്ലെങ്കിൽ 7 മണിക്കാവും ചിലപ്പോൾ എണീക്കാം. അങ്ങനെ ലൈഫ് ഫുള്ള് നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ലൈഫ് മുന്നോട്ട് ചിലപ്പോൾ പോവുക. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ പ്ലാൻഡ് ആയിട്ട് പോവാൻ പറ്റുവെച്ചാൽ നമ്മളൊക്കെ എവിടെ എത്തിയേനെ അല്ലേ? അപ്പൊ ഈ ലൈഫിന്റെ പ്ലാൻ മാറിയാലും നമ്മൾ വിചാരിച്ച പോലെ എല്ലാം തോന്നിയാലും എവിടെയാണ് ലൈഫ് എത്തിക്കുന്നത് അവിടുന്ന് നമ്മൾ കളിച്ചു കയറാനായിട്ട് നോക്കുക കേട്ടോ. അല്ലാതെ എന്റെ ലൈഫ് ഞാൻ വിചാരിച്ച പോലെ ആയില്ലേ, എനിക്ക് ഡോക്ടർ ആവണമായിരുന്നു പക്ഷെ എനിക്ക് സീറ്റ് കിട്ടിയില്ല, എനിക്ക് എഞ്ചിനീയറിങ്ങിനെ സീറ്റ് കിട്ടിയേ പറഞ്ഞ് നെഞ്ചത്തടിച്ച് കാറി പൊളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അതാ കിട്ടിയിച്ച അത് അക്സെപ്റ്റ് ചെയ്ത് അതിന് നമ്മൾ ഒന്നാമതെത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ കൂടുതൽ സക്സസ് ആവും കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം വീണ്ടും മാസ്റ്റുർബേഷനെ പറ്റിയിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് നല്ലതാണോ? ഇത് ഭാവിയിൽ പ്രശ്നമാണോ? മാസ്റ്റുർബേഷൻ എന്ന് പറയണ്ടേ, ഇപ്പൊ സെക്സ് ചെയ്യുന്നത് തെറ്റാണോ? അല്ലല്ലോ. മാസ്റ്റുർബേഷൻ അപ്പോ തെറ്റല്ല. അത് ഓരോരുത്തരുടെ കംഫർട്ടബിളും ഓരോരുത്തരുടെ ചോയ്സ് ആണ്. മാസ്റ്റുർബേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, അത് അവരവരുടെ ചോയ്സ് ആണ്. പക്ഷെ ആഫ്റ്റർ മാരേജ് കിട്ടുന്ന സെക്സിനെക്കാട്ടും നിങ്ങൾക്ക് കൂടുതൽ ഇതിലാണ് സന്തോഷം എൻജോയ്മെന്റ് കിട്ടുന്ന വെച്ചാൽ അത് ഇത്തിരി ചിലപ്പോൾ പ്രശ്നമാവും കേട്ടോ. കാരണം അത് പാർട്ട്ണർക്ക് ഒരു വില കൊടുക്കാത്ത പോലെയാവും. അല്ലാത്ത മാസ്റ്റുർബേഷൻ ഒക്കെ തെറ്റൊന്നല്ല. അത് കാരണം നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് മാസ്റ്റുർബേഷൻ ചെയ്യണോ വേണ്ടേന്നൊക്കെ. അതിൽ തെറ്റൊന്നും കാണുന്നില്ല കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചെസ്റ്റ് നിപ്പിളിന്റെ അവിടെ പുറത്തുള്ള ഹെയർ ഗ്രോത്ത് നോർമൽ ആണോ? ചെസ്റ്റുമൊക്കെ ഗേൾസിന് ഹെയർ വരാം, അതുപോലെ ഞാൻ നിപ്പിളിന്റെ അവിടെയൊക്കെ വരാം. നിപ്പിളിന്റെ ചുറ്റായിട്ടൊക്കെ വരുന്നത് നോർമൽ ആണ് കേട്ടോ. ചിലപ്പോ അധികം വളർച്ച ഉണ്ടാവുക ചിലപ്പോ PCOD കാരണം, തൈറോയിഡ് കാരണം, ചിലവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഉണ്ടാവട്ടെ. എന്റെയൊക്കെ ശരീരം എന്ന് പറയുന്നത് ഭയങ്കര രോമമുള്ള ശരീരമാണ്. അത് കാരണം എന്റെ ഫാമിലിയിലൊക്കെ നല്ല പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, നല്ല രോമമുണ്ട്. എനിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉള്ള ആളാണ് ഞാൻ. അപ്പം എനിക്ക് തൈറോയിഡ് കാരണം PCOD കാരണം എന്നല്ല, എനിക്ക് ജനറ്റിക്കലായിട്ട് തന്നെ ഇങ്ങനെ പാരമ്പര്യമായിട്ടുണ്ട്. അത് ഓരോരുത്തർ ഇതാണ്, അതൊക്കെ നോർമൽ ആണ് കേട്ടോ. അതൊന്നും പേടിച്ച്, ഇപ്പൊ എത്ര ഓപ്ഷനാ, ഷേവിംഗ് ഉണ്ട്, ക്രീം ഉണ്ട്, എത്ര മെത്തേഡുകളാണുള്ളത്. ഇതൊന്നും ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. എനിക്ക് 21 വയസ്സായി, വജൈനൽ ഹോള് എവിടെയാണെന്ന് ഇതുവരെയും അറിയില്ല.
ഓക്കെ, നമ്മുടെ ബോഡീനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു മിററിൽ ആരില്ല ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും സ്വന്തമായിട്ട് എല്ലാവർക്കും മുറി ഉണ്ടാവണമെന്നില്ല. അതുപോലെ എല്ലാവരും സ്വന്തമായിട്ട് മുറി ഉണ്ടെങ്കിൽ അവിടെ ഒരു കണ്ണാടി ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ബോഡീനെ, നിങ്ങളുടെ ഇന്റിമേറ്റ് പാർട്ടിനെ നിങ്ങൾ തന്നെ വാച്ച് ചെയ്യാട്ടോ. അപ്പോ അതില് നിങ്ങളുടെ ഞാൻ പറയാം, നമ്മൾ മൂത്രമൊഴിക്കുന്ന ഒരു ഇതില്ലേ, അതിന്റെ താഴെയായിട്ട് കാണുന്ന ഒരു കുഞ്ഞു ഹോളാണ് വജൈന എന്ന് പറയുന്നത്. പലർക്കും അതിന്റെ സൈസ് ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് ചെറിയ ഹോളായിരിക്കും, ചിലർക്ക് വലിയ ഹോളായിരിക്കും, ചിലർക്ക് ഒരു മീഡിയം ലെവലായിരിക്കും. മൂത്രം ഒഴിക്കുന്ന അതല്ല കേട്ടോ നിങ്ങളുടെ വജൈന എന്ന് പറയുന്നത്. നിങ്ങൾ പീരീഡ്സ് ആവില്ലേ, പീരീഡ്സ് ആവുമ്പോൾ ബ്ലഡ് വേറെ ഒരു ഹോളിൽ കൂടിയേ വരിക. ആ ഹോളാണ് വജൈന എന്ന് പറയുന്നത് കേട്ടോ. ഈ 21 വയസ്സായിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ മോളെ, അത് നമ്മുടെ കേരളത്തിൽ നിന്നല്ല, നമ്മുടെ നാട്ടിലത്തെ സെക്സ് എഡ്യൂക്കേഷന്റെ പോരായ്മയാണെന്ന് ഞാൻ പറയും. എന്റെയൊക്കെ ബയോളജി ടീച്ചർ എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആള് 10ാം ക്ലാസ്സിൽ വരെ ഞാൻ പോട്ടെ നിൽക്കും. +1 +2 ഞാൻ സയൻസ് ആയിരുന്നു, ബയോമാക്സ് ആയിരുന്നു. അവിടെ എങ്ങനെയാ വെച്ചാൽ, ഞാൻ തൃശ്ശൂര് ബേസ്ഡാണ്, ഞാൻ തൃശ്ശൂർ ജില്ലക്കാരി, എന്റെ ടീച്ചറും തൃശ്ശൂർ ജില്ലക്കാരിയായിരുന്നു ബയോളജി. ആളെങ്ങനെയാ വെച്ചാൽ തൃശ്ശൂർ ഭാഷയിൽ ട്രെയിൻ ഓടിച്ചു പോണ പോലെ ഞങ്ങൾക്ക് സുവോളജി ക്ലാസ് എടുക്കാട്ടോ. അവള് പറയും ഇതൊക്കെ വായിച്ചോ എന്ന് പറഞ്ഞിട്ട് ആള് പോവായിരുന്നു. ആള് നൈസായിട്ട് ക്ലാസ് എടുക്കാണ്ട് പോകും. എനിക്കൊന്നും അറിയ പോലും ഉണ്ടായിരുന്നില്ല സെക്ഷൽ എഡ്യൂക്കേഷൻ നമ്മുടെ +1 ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ. ഇതൊക്കെയാണ് അതിന്റെ കണ്ടന്റ്. എനിക്കൊരു അന്തവും കുന്തും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ കൊല്ലാണ് ഞാൻ +2 സയൻസുകാർക്ക് ട്യൂഷൻ എടുത്തത്. ഞാൻ വലിയ ആഗ്രഹമായിരുന്നു സെക്ഷൽ എഡ്യൂക്കേഷൻ ക്ലാസ് എടുത്തു കൊടുക്കുന്ന. എന്റെ ഭയങ്കര അതിയായ മോഹമായിരുന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കണം. കാരണം ഇപ്പോ ഇത്തിരി സൈൻ, കോസ്, തീറ്റ, ടാന് അതൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ട് ഭാവിയിൽ ഈ പിള്ളേർ എന്ത് ചെയ്യാനാണ്? എല്ലാവരും ഈ ഫീൽഡിലാണ് ഞാൻ പോകുന്നത് നിർബന്ധമില്ല. പക്ഷെ അവർക്ക് ഏറ്റവും വേണ്ടത് ബയോളജിയിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കാനാണ്, മോശം രീതിയിലല്ല. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എന്റെ ട്യൂഷൻ പിള്ളേർക്ക് ഞാൻ കാര്യമായിട്ട് ഞാൻ സെക്ഷൽ എഡ്യൂക്കേഷന്റെ പാഠം എടുത്തു കൊടുത്തിരുന്നു. കാരണം അത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ട്യൂഷൻ ടീച്ചർ എന്ന ലെവലില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം പിള്ളേർക്ക് അതാണ് ഏറ്റവും ആവശ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ചേച്ചി, ഇൻസ്റ്റയിൽ ഒരു സ്ട്രേഞ്ചർ മെസ്സേജ് അയച്ചു, അയാളുമായി കമ്പനി ആയാൽ കുഴപ്പമുണ്ടോ? ഇൻസ്റ്റയില് ഒരു സ്ട്രേഞ്ചർ ആയിട്ട്, ഇൻസ്റ്റ എന്നൊക്കെ പറയുന്നത് ഫോളോവേഴ്സ് കൂട്ടം, നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയക്കും ഇങ്ങോട്ട് മെസ്സേജ് അയക്കും, അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ആയിരുന്നേ. അപ്പൊ ഇൻസ്റ്റയിൽ ഒരു സ്ട്രേഞ്ചർ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കൊടുക്കണേന്റെ ഒന്നും തെറ്റില്ല. ഈ സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ ഭാവിയിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആവുക. റിപ്ലൈ കൊടുക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ സ്ട്രേഞ്ചർ എപ്പോഴും സ്ട്രേഞ്ചർ ആയിട്ട് തന്നെ നിർത്താം. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്പർ, അമ്മയുടെ ജോലി, വീടിരിക്കുന്ന ലൊക്കേഷൻ, ഇതൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. സ്ട്രേഞ്ചർ ആയാലും ഇത്തിരി പരിചയമുള്ള ആളായാലും വേണ്ട, അത് നിങ്ങൾക്ക് ഭാവിയിൽ തലവേദന ഉണ്ടാക്കും. വെറുതെ നിൽക്കാണ്ടിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ബ്രാ സൈസ് കുറയാനുള്ള വർക്കൗട്ട് ഉണ്ടോ? ഉണ്ടടാ, ബ്രാ സൈസ് കുറയ്ക്കാനുള്ള വർക്കൗട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഹെവി ബ്രസ്റ്റ് ഉള്ളവർ ബ്രസ്റ്റ് കുറയ്ക്കാനുള്ള വർക്കൗട്ട് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും, നോക്കി ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം, ജിം ക്ലോത്തിന്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻറ്റീസ് ഏതാണ്? ഓക്കെ, ജിം ക്ലോത്ത് എന്ന് പറയുന്നതേ അത് നന്നായി നമ്മുടെ പാൻറ്റീസിന്റെ ലൈനിങ് ഒക്കെ കാണാൻ, അതായത് പാൻറ്റീസിന്റെ മുകളിൽ സ്റ്റിച്ച് ഉണ്ടാവില്ല ഇങ്ങനെ, ആ നല്ല കട്ടിക്കുള്ള സ്റ്റിച്ച് ആയിരിക്കും പാൻറ്റീസുമൊക്കെ ഉണ്ടാവുക കേട്ടോ, അതിന്റെ അരക്കെട്ടിന്റെ അവിടേക്ക് ആയിട്ട്. അപ്പൊ അതുമൊക്കെ ഓൺലൈനിൽ നിന്ന് വന്ന ജിം വെയർ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നന്നായി അതിന്റെ ലൈൻ അറിയാനായിട്ട് പറ്റും. മിക്കവരും ഈ ജിമ്മിക്ക് പോണവർ അടിയിൽ ലെഗിൻസ് ഇട്ടിട്ടാണ് പോവാറ്. ഏറ്റവും നല്ല മണ്ടത്തരാണ് ഈ ലെഗിൻസ് ഇട്ട് ജിമ്മിൽ പോണത്. നിങ്ങൾ ജിം വെയർ പാന്റ്, ട്രാക്ക് പാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ഞാൻ വാങ്ങിയിരുന്നു കേട്ടോ. ഒരു 300 രൂപയുടെ അടുത്ത് ഉണ്ടാവും. പക്ഷെ അതൊന്നും നിലനിൽക്കില്ല. അഥവാ നിങ്ങൾ ഈ ലെഗിൻസ് പോലത്തെ പാന്റ് ആണ് ജിമ്മിൽ പോകുമ്പോൾ ഇടുന്ന വെച്ചാൽ സീംലെസ് ആയിട്ടുള്ള പാൻറ്റീസ് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ കോട്ടൺ ആണ് കൂടുതൽ നല്ലത്, കാരണം വേർക്കും. പക്ഷെ നിങ്ങൾ ലെഗിൻസ് പോലത്തെ ആണെങ്കിൽ സീംലെസ് ആയിട്ടുള്ള പാൻറ്റീസ് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. എന്റെ അമ്മ ബന്ധുക്കൾ വരുമ്പോൾ കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് അവരോടൊക്കെ പറയാണ്, ബന്ധുക്കൾ എന്നെ നിർബന്ധിക്കുന്നു, ഞങ്ങൾ ഇപ്പോൾ പാരന്റ് ആവാൻ ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ല, എന്താണ് ചെയ്യുക? അതായത് ഇവരൊരു ഭാര്യയും ഭർത്താവാണ്, പക്ഷെ ഇവര് ഇപ്പോ ഒരു കുട്ടിയെ വേണ്ടി പ്രിപ്പയർഡ് അല്ല. പക്ഷെ അമ്മായിമ്മ ആൾക്കാരൊക്കെ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുമ്പോ പറയാണ് കുഞ്ഞിക്കാലിന് ഭാഗ്യമില്ല എന്ന്. എന്നിട്ട് അപ്പൊ ബന്ധുക്കൾ ഇവര് വന്ന് പ്രഷർ ചെയ്യാണ്, അതായത് ഈ പെൺകുട്ടീനെയാണ് പ്രഷർ ചെയ്യുന്നത്. ഇപ്പൊ അമ്മായിമ്മയുടെ ആഗ്രഹമൊക്കെ നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അമ്മായിമ്മേനെ നമ്മള്, അതായത് ഗേള് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. നിങ്ങള് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ കൊണ്ട് സംസാരിപ്പിക്കുക. ഞങ്ങളിപ്പോ ഒരു കുട്ടീനെ നോക്കണില്ല, ഫൈനാൻഷ്യലി ഇത്ര
ഒരു കുട്ടീനെ വളർത്താൻ മാത്രം സെറ്റ് ആയിട്ടുണ്ടാവില്ല, ഇനി മെന്റലി പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല. ഇതിപ്പോ പണ്ടൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞ അപ്പനെ കുട്ടി കുഞ്ഞിക്കാല്, അതൊക്കെ ഇപ്പോ പണ്ടെന്നൊക്കെ പറഞ്ഞാലേ നോക്കാനായിട്ട് ആൾക്കാരുണ്ട്. ഇന്ന് ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് വരിക. അത് മാത്രല്ല പണ്ടത്തെ പോലെ ഇല്ലല്ലോ ഇന്ന്. എത്ര ഒരു കുട്ടീനെ സ്കൂളിൽ ചേർത്തണമെങ്കിൽ എന്താണ് ചെലവ്? അതിന് മാത്രം നമുക്ക് രണ്ടാളും ജോലിക്ക് പോയാലേ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു കുടുംബം മുന്നോട്ട് പോകും. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് പറയിപ്പിച്ച് അമ്മായിയമ്മയെ കൊണ്ട് ഭർത്താവിനെ കൊണ്ട് അമ്മായിയമ്മയോട് പറയിപ്പിക്കുക. എന്നാലാണ് ഇത്രയും കൂടി ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ നിങ്ങൾ പറയണേക്കാട്ടും. എന്നിട്ട് പറയാം നിങ്ങൾ പ്രിപ്പയർഡ് അല്ല, ഞങ്ങൾ വേണ്ട, ഫുള്ളി വേണ്ടാന്ന് വെക്കുന്നില്ല, ഇത്ര നാൾക്ക് ശേഷം ഞങ്ങൾ നോക്കുന്നുണ്ടെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഒത്തിരി കൂടി നല്ലതാവും കേട്ടോ. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എന്റെ നിപ്പിളിന് നീളം കൂടുതലാണോ, അത് പ്രശ്നമാണോ എന്നാണ് ചോദ്യം ചോദിച്ചത്. ഇപ്പൊ നിപ്പിൾ എന്നൊക്കെ പറയുന്നത് പലരിലും ഞാൻ പറഞ്ഞല്ലോ പല ബോഡിയും വ്യത്യസ്തമാണ്. പലരിലും പല ടൈപ്പ് ആയിരിക്കും ബ്രാ സൈസ്. ഇപ്പൊ ബ്രസ്റ്റ് ആയാലും നിപ്പിൾ ആയാലും അവിടെ കാണുന്ന ഹെയർസ് ആയാലും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിപ്പിളിന്റെ വലിപ്പം കൂടുതലാണെന്ന് ടെൻഷൻ അടിക്കണ്ട, കാരണം അതൊക്കെ നോർമൽ ആണ് കേട്ടോ, അതൊന്നും ഇഷ്യൂ അല്ല. ഇനി അടുത്തൊരു ചോദ്യമാണ്, ചേച്ചി ഞാൻ 20 years ഓൾഡ് ആണ്, ഞാൻ 2 years ആയി പ്രണയത്തിലാണ്, ഇപ്പൊ ഞാൻ ഗർഭിണിയാണ്, പക്ഷെ വീട്ടുകാർക്ക് അറിയില്ല. ഈ ഗർഭം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മറച്ചു പിടിക്കാൻ പറ്റില്ല. എനിക്കറിയില്ല എങ്ങനെയാണ്. ഞാൻ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ വയറുവേദനയാന്ന് ചെന്നപ്പോ പ്രസവവേദനയായിരുന്നു, അത്ര നാള് ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല. 14 വയസ്സുകാരി തന്നെ വീട്ടിലെ ബാത്റൂമിൽ പ്രസവിച്ചു. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ അത്ഭുതമാണ്. ഇവർക്ക് എങ്ങനെ, ഈ വീട്ടുകാരൊക്കെ എങ്ങനെ, വീട്ടുകാരെ അറിയിക്കാതെ ഇവരെങ്ങനെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി ഓർത്ത് ഞാൻ പലപ്പോഴും ഞെട്ടാറുണ്ട്. കാരണം പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് നമുക്ക് മറച്ചു വെക്കാൻ ഒരുപാട് പാടാണ് കേട്ടോ. അപ്പോ എന്തായാലും ഇപ്പോ പ്രഗ്നന്റ് ആണെന്നല്ലേ പറയുന്നത്, 2 years ആയി പ്രണയിച്ച വ്യക്തിയായിട്ട് തന്നെയാണ്. ഒന്നെങ്കിൽ മാരേജിക്ക് മുന്നോട്ട് പോവുക, വീട്ടുകാരോട് കാര്യം പറയാം, ഞാൻ ഗർഭിണിയാണെന്ന് പോയി പറയാ, 2 അടിയൊക്കെ കിട്ടും, അതൊക്കെ കൊള്ളണം. കാരണം നമ്മൾ സ്വന്തമായിട്ട് എടുത്താണല്ലോ. വീട്ടുകാരെ സപ്പോർട്ട് ഈ കേസിനൊക്കെ വേണം കേട്ടോ. എന്തായാലും പ്രണയം ട്രൂ ലവ് ആണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ കല്യാണം കഴിക്കുക, പ്രഗ്നൻസി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് സെക്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് ബിഫോർ മാരേജ്, കുട്ടികൾ ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇടയിൽ പ്രശ്നമാവും എന്നൊക്കെ രഹസ്യപരമായി സൂക്ഷിക്കുന്ന വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിയുടെ അതിലേക്ക് പോകുന്നത്? നിങ്ങൾ പ്രിവെൻഷൻ മെത്തേഡ് ഒരുപാടുണ്ട്, കോണ്ടംസ് ഉണ്ട്, കുറെ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. പിൽസ് കഴിക്കാം, അതൊക്കെ കഴിക്കുക. അല്ലാതെ ഒരു കുട്ടീനെ വയറ്റിൽ ഉണ്ടാക്കി അബോഷനാക്കി കളയുന്നേക്കാട്ടും, അതൊരു ജീവനല്ലേ, അതിനെക്കാട്ടും നല്ലതാണ് ഒരു പ്രിവെൻഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഗർഭിണി ആവാതിരിക്കാൻ ശ്രമിക്കല്. ഇപ്പൊ ഗേൾസിന് പറ്റിയ കോണ്ടംസ് ഉണ്ട്, ബോയ്സിന് പറ്റിയ കോണ്ടംസ് ഉണ്ട്, പിൽസ് ഉണ്ട്. സഹേളി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പില്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ പണ്ട് ബയോളജിയിൽ വായിച്ചിട്ടുണ്ട്, സഹേളി. ഓക്കെ, അതൊക്കെ യൂസ് ചെയ്യാം, അതൊക്കെയാണ് കൂടുതൽ നല്ലത്. അല്ലാതെ ഒരു കുട്ടീനെ കൊല്ലുന്നേക്കാട്ടും, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു മാരക പ്രശ്നമാവുന്നേക്കാട്ടും നല്ലതാണ് നിങ്ങൾ പ്രിവെൻഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഗർഭിണി ആവാണ്ടിരിക്കല്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഇത് കേൾക്കുന്നവര് വേണമെങ്കിൽ യൂസ് ചെയ്യാം. താൻ എന്തായാലും ഇത് വീട്ടിൽ പറയാ, എന്തായാലും വീട്ടിൽ പറയാതെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് പ്രശ്നം വഷളായേക്കാട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഹസ്ബൻഡിന്റെ ക്യാരക്ടർ മാറ്റാൻ എന്താണ് ചെയ്യുക? ഹസ്ബൻഡിന്റെ ക്യാരക്ടർ എങ്ങനത്തെയാണെന്ന് ആദ്യം നോക്കുക. എന്നിട്ട് ഒരാള് കല്യാണം കഴിഞ്ഞ ഉടനെ മാറണമെന്ന് നിർബന്ധമില്ലല്ലോ. അവരായി തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവരുടെ സ്വഭാവം നിങ്ങൾക്ക് ഒരുപാട് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുക വെച്ചാൽ ആ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങള് ആളോട് പറയുക. എന്നിട്ട് കാര്യം പറയാം, എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇത്തിരി ഇറിറ്റേഷൻ ആണ്, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാ. അല്ലാതെ ആളുടെ ആൾക്കൊരു സ്വഭാവം, ഇത്ര കൊല്ലമായിട്ട് ആളിപ്പോ 25 വയസ്സാണെങ്കിൽ ആ 25 വയസ്സായിട്ടുള്ള സ്വഭാവം മാറ്റേണ്ട ആവശ്യം, അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നമ്മുടെ മൈക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് മ്യൂട്ടായി, അപ്പോൾ കുറേ പോർഷൻസ് സൗണ്ട് ഇല്ലാണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഡിഫറെൻ്റ് ആണ്. എന്നെക്കാട്ടും നല്ല അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആവും കേട്ടോ. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ, എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സൊല്യൂഷൻ കമൻ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരേക്കും ബൈ ബൈ ഗൈസ്. It's me, Aishwarya Venugopalan, signing off. Bye bye.